ഗായ്സ്, ഇന്ന് നമുക്കൊരു നാടൻ മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ബാക്കി ചേരുവകൾ നോക്കാം. കറിവേപ്പില, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇനി പുളി ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇപ്പം ഞങ്ങൾ മറന്നുപോയതാണ്. ഇനി ഇത് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതൊന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം നമുക്ക് ആവശ്യമുള്ളത്രയും ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആക്ച്വലി ഞങ്ങൾ ഈ പൊടികളൊക്കെ ഇടുന്ന വീഡിയോസ് എടുക്കാൻ മറന്നുപോയതാണ്, സോറി. നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. മത്തിക്കൊക്കെ എന്താ വില അല്ലേ. 6 മത്തിക്ക് 107 രൂപയാണ് ഇവിടെ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം കുറച്ച് നേരം. ഫൈനലി നമ്മുടെ മത്തിക്കറി തിളച്ച് വന്നിരിക്കുകയാണ് ഗായ്സ്. ആവശ്യമുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കാവുന്നതാണ് കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. ഒട്ടും പാചകം അറിയാത്തവർക്കും ട്രൈ ചെയ്യാവുന്ന ഈസി മെത്തേഡ്.